പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ ഉണർവോടെ ആയിരിക്കാൻ അധരങ്ങൾക്ക് അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുമ്പോഴേ തീ കത്തുകയും സ്വർഗമുണരുകയും ആത്മാഭിഷേകത്താൽ നിറയുകയും ചെയ്യുന്ന സഭയെ അങ്ങ് പടുത്തുയർത്തണമേ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലങ്ങളെല്ലാം എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ കേട്ട സാക്ഷ്യങ്ങളിലൂടെ അങ്ങയുടെ മഹിമ കുടികൊള്ളുന്ന ഉടമ്പടി പേടകത്തിന്റെ കുടികൊള്ളുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങള് അനുഭവങ്ങളായി വിടുതലായി പുറപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ തീത്തൂണായി ഏകസ്തംഭമായി പിളർത്തി ജോർദാൻ പിളർത്തി അനുഭവത്തിന്റെ നാട് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. നമ്മൾ ദൈവതിരുസന്നിധിയിൽ ആയിരിക്കണം. ദൈവത്താൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹം. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളിലെ ആത്മാവിൻ്റെ കൂടെ അമ്മയുടെ കരഗ്രഹിച്ചുകൊണ്ട് അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളുടെ കരുതലും കാവലും ഒക്കെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുതല് കാലങ്ങളായി അങ്ങ് കാത്തു നിൽക്കുന്ന നിന്റെ സംരക്ഷണം, നിന്റെ സ്നേഹം, നിന്റെ പരിപാലന എല്ലാം ഗ്രഹിക്കുവാൻ, സന്തോഷിക്കുവാൻ, ആരാധിക്കുവാൻ അഭിഷേകം നൽകണമേ. രോഗമുള്ള ഇടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കഴുത്തിനും തോളിനും ഒക്കെ മുഴകളുള്ളവർ അവിടെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആരാധനയുടെ തീമഴ പെയ്യുന്ന സമയത്താണ് കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കുന്നത്. എവിടെയെല്ലാം രോഗങ്ങളുണ്ടോ, ഉദരാശയത്തിലെ രോഗങ്ങൾ, ഗർഭാശയത്തിലെ രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, അണ്ടാശയത്തിലെ സിസ്റ്റ് രോഗങ്ങൾ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പൊക്കിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കരൾ രോഗികൾ നെഞ്ചിൽ താഴെ കൈവച്ചുകൊണ്ട് ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ, ട്രാൻസ്ജെൻഡർ രോഗികൾ, അതുപോലെ തന്നെയുള്ള സ്പൊണ്ടലോസിസിന്റെ അസുഖമുള്ളവർ എല്ലാം കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രഷർ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. മറാത്ത തലവേദനയുള്ളവർ, ഉറക്കമില്ലാത്തവർക്ക് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധമാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. രക്തസാക്ഷിയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഓരോ മകന്റെ പേരും മകളുടെ പേരും കർത്താവേ, അങ്ങനെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇനി അണിപ്പെടുന്ന വലതുകരം, അത്ഭുതകരം, അടയാളം കാണിക്കുന്ന കരം, കാറ്റിന്റെ മേൽ ഉയർത്തുകരം കർത്താവേ, കാറ്റിന്റെ മേൽ ഉയർത്തിക്കരം, കടലിന്റെ മീതെ നടന്ന് കടലിന്റെ മീതെ കാറ്റിന്റെ മേൽ ഉയർത്തി കരങ്ങളെല്ലാം കർത്താവേ ഇപ്പോൾ ഉയരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ മരണം ഒരു വഴി കാണുന്നില്ല. മനസ്സിലെ ഭാരം, ജീവിതത്തിൽ തടസ്സം, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. പിഴങ്ങി മറഞ്ഞ് കർത്താവ് വിഷമിച്ച് അങ്ങനെ ദരിദ്രരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ കർത്താവിന്റെ ശത്രുക്കളുടെ കർത്താവെ ഈ ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി ഒത്തിരി പോകാൻ പറയുന്ന കർത്താവിന്റെ സ്വരങ്ങൾ കർത്താവിന്റെ അഭിഷേകം അതിന്റെ മക്കൾക്ക് അടഞ്ഞുപോയ വാതിൽ തുറക്കുകയും കർത്താവ് തുറന്ന വാതില് അടക്കേണ്ട വാതിലുകൾ അടഞ്ഞു തന്നെ പോകാൻ കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കണ്ണെടുത്ത്. എന്തുകൊണ്ട് അങ്ങനെ പറയണത്? ഈ യാത്ര ഈ മരുഭൂമിയിലെ യാത്രയാണ്. തണലില്ലാത്ത യാത്രയാണ്. തണൽ മരങ്ങൾ വെട്ടി വീഴ്ത്തപ്പെട്ട യാത്രയാണ്. നടക്കുന്ന തറ പൊള്ളുന്ന യാത്രയാണ്. വെയിലുരുക്കി വീഴുന്ന യാത്രയാണ്. മുരിഞ്ഞു തീരുന്ന യാത്രയാണ്. അപ്പോഴൊക്കെ വിശ്വാസി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നിന്റെ കൃപ മതി എനിക്ക്. അത് ആഴമാർന്നൊരു എന്ന് നീ ചോദിക്കുന്നുവോ അപ്പോൾ നിനക്ക് അഭിഷേകം ലഭിച്ചിരിക്കും. കാരണം കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നീ എത്തേണ്ട സ്ഥലം എത്തും വരെ നിനക്ക് വേണ്ട വയാധിക്യവും യാത്രാഭക്ഷണം കർത്താവിൻ്റെ കൃപയാണ്. അത് വട്ട് മേ ബി ദ കണ്ടീഷൻ യു ആർ അണ്ടർഗോയിങ്. നീ എന്ത് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്? അപ്പം നീ വിചാരിക്കും അത് തന്നെ ഇപ്പം നടന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് വിചാരിക്കും. പക്ഷെ കർത്താവ് പറയും നീ ചാകത്തില്ല, നീ സർവൈവ് ചെയ്യുമെന്ന് പറയും. ഒരു വ്യക്തിയെ സർവൈവ് ചെയ്യിക്കുന്നത്, അതിജീവിപ്പിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. കൈയടിച്ച് കർത്താവ്. ഈ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇറ്റ്സ് എ ഡിവൈൻ സൊല്യൂഷൻ. ബട്ട് മേ ബി ദ കണ്ടീഷൻ. നിന്റെ കണ്ടീഷൻ തന്നെയാണ്. രോഗമാകാം, പീഡയാകാം, സാമ്പത്തിക കടമാകാം, ജപ്തി നടപടിയാകാം, എന്ത് കണ്ടീഷനുമാകാം.
ഇതിനെല്ലാം ആകെത്തുകയായിട്ട് സിംഗിൾ ആൻഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മളുണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം നടത്തി തന്ന പേരാണ്. എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇത് എന്നൊരു വിശ്വാസി അതിൻ്റെ അന്തർധാരകൾ മനസ്സിലാക്കുന്നുവോ അന്നാണ് നമുക്ക് അഭിഷേകം ലഭിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ 2 കാര്യങ്ങൾ ലഭിക്കാം. ഒന്ന് അനുഗ്രഹം, ദാറ്റ് മേ ബി യൂസ് ആൻഡ് ഗോ. അത് അനുഗ്രഹം എന്ത് ഞങ്ങൾക്ക് ലഭിച്ചാലും അത് നമ്മൾ ഡിസ്പോസിബിളാണ്, എല്ലാ ബ്ലെസ്സിങ്സ് അല്ല. അനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന താൽക്കാലിക സന്തോഷം അങ്ങ് നിലനിൽക്കണമെന്നില്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ നിലനിന്നാലും അതിൻ്റെ ആന്തരിക സന്തോഷം നിലനിൽക്കണമെന്നില്ല. ദാറ്റ് ഇസ് ദ നേച്ചർ ഓഫ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. അതാണ് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷേ അഭിഷേകം അങ്ങനെയല്ല. അഭിഷേകം നിനക്ക് നൽകപ്പെട്ടാൽ അത് നൽകപ്പെടുന്നതിൻ്റെ ശരീരത്തിനല്ല, നിൻ്റെ ആത്മാവിനാണ്. അത് അങ്ങ് നിലനിൽക്കാം. എൻഡ്യൂറിംഗ് ആണ്. അനോയിന്റിംഗ് ഇസ് എൻഡ്യൂറിംഗ്. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, നിലനിൽക്കുന്ന അഭിഷേകത്താൽ, സുവിശേഷം പറയുന്ന പുതിയ അഭിഷേകത്താൽ അങ്ങയുടെ ദാസനെയും ദാസിയെയും പ്രഭാതത്തിൽ അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയിൽ നിറഞ്ഞു വിളങ്ങിയ ദൈവ കൃപയ്ക്കായി ഞങ്ങൾ നിറയാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥത്തില് പ്രസാദിച്ചുകൊണ്ട് ദൈവപിതാവേ, യേശുക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന തിരുമറിവിന്റെ പീഡാനുഭവങ്ങളുടെ തിരുമരണത്തിന്റെ ശക്തിയായ കൃപ ഞങ്ങളുടെ കൊഴുകട്ടെ. അവേർഷൻ ആൻഡ് അട്രാക്ഷൻ 2 തരത്തിലാണ് കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷൻസാണ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. പരീക്ഷ ടെൻഷനാകാം, റിസൾട്ട് വരാൻ പോകുന്ന ടെൻഷനാകാം, അല്ലെങ്കിൽ ബാങ്കുകാരൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള വിരട്ടനുകൊണ്ട് ടെൻഷനാകാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടതിൻ്റെ ടെൻഷനാകാം. എല്ലാ ടെൻഷൻ. ഈ ടെൻഷൻ നമുക്ക് 2 തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാം. ഒന്ന്, ഇതിനെ നമുക്ക് അവേർഷനോടുകൂടി ഇതിനെ സമീപിക്കാം. ഇതിനതൊരു എടുത്തു മാറ്റപ്പെടേണ്ട നമുക്ക് വെറുക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എടുക്കാം. പക്ഷെ അത് അപ്പോൾ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ അത് ദൈവം എടുത്ത് മാറ്റുമ്പോൾ അത് ബ്ലെസ്സിങ്സായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ദൈവാംശമായിട്ട് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിനക്ക് അതിൻ്റെ അഭിഷേകമാണ് ലഭിക്കണമെങ്കിൽ അത് ദൈവാംശമായി നിലനിൽക്കും. ദൈവത്തിന് എപ്പോഴും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഷേകം വന്നായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രജിത എലിസബത്ത് വർഗീസിൻ്റെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ മണർകാട് പള്ളിയിലെ ഒരു യാക്കോബ സഹോദരിയാണ്. അവരുടെ സാക്ഷ്യം എന്നല്ലേ, അവരുടെ സാക്ഷ്യം അവരുടെ മകളുടെ ഇവർ നാട്ടിലില്ല, അപ്പോൾ മകളാണ് നാട്ടിലുള്ളത്. അവളുടെ വിദ്യാഭ്യാസം അത്രയ്ക്ക് ശരിയാകണില്ല. അപ്പോൾ അമ്മ ഒരു കൊല്ലം മുമ്പ് അവർക്ക് 46 വയസ്സുണ്ടായിരുന്ന കാലത്ത്, കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ അവർക്ക് 47 വയസ്സായി. 46 വയസ്സുണ്ടായിരുന്ന കാലത്ത് അവർ 18 വർഷത്തോളവും ഓരോരുത്തരും പോകാതെ വീട്ടിൽ തന്നെ നഴ്സിംഗ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 18 വർഷത്തോളം വീട്ടിൽ തന്നെ താമസിച്ച്. വെച്ചാൽ അവരോരോരുത്തരും വിടത്തില്ലായിരുന്നു, അവർക്കൊരിടത്തും പോകാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ പ്രൊഫഷൻ അങ്ങ് കുലച്ച് മുരണ്ടു പോയി. വല്ലാത്തൊരവസ്ഥയാണ്. 18 വർഷം എന്നൊക്കെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഡെഡ് ബോഡി പോലെ പോകും. അമ്മ ഇതെന്നിട്ട് അതിൽ അവസാനമാണ് ഇവൾ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അപ്പോൾ ഒരു കണക്കിന് ജപമാലൊന്നും ചെല്ലാത്ത വീടല്ലേ. ആ വീട്ടുകാരെ കെട്ടിച്ച വീട്ടുകാരും അങ്ങനെ ഇതുപോലെയുള്ള ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ദൈവമായിട്ട് ഉള്ള ആൾക്കാരല്ല. അവൾ സാക്ഷ്യത്തെ പറഞ്ഞാണ്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അവളുടെ പഴയ സാക്ഷ്യങ്ങളുണ്ട്. എലിസബത്തിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒരു കൊല്ലം മുമ്പൊരു സാക്ഷ്യം അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ്, ഞാൻ വീണ്ടും വരും അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാനെന്നും പറഞ്ഞാണ്. അവരൊക്കെ അതിങ്ങനെ അഭിഷേകം കിട്ടിയ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണത്. അഭിഷേകം കിട്ടിയ ആൾക്കാർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവളുടെ ശരീരത്തിൽ തന്നെ ഇപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യണത്. അവളുടെ കാലിൽ വല്ലാത്തൊരു തടിപ്പും ഒരു മുഴയും ഒക്കെയാണ്. തടിപ്പ്, അതൊക്കെ ഒരു കളർ മാറി അപ്പോൾ ക്യാൻസറിൻ്റെ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പഴുപ്പണെ പുറത്ത് ഒന്നുമില്ല, വേദന മാറണമില്ല, കാലിൽ പാട് മാറുന്നുമില്ല, അതെല്ലാം കല്ല് പോലെ കിടക്കി. അപ്പോൾ ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവൾ തീരുമാനിച്ചതാണ്, മാതാവ് ഇത് സുഖപ്പെടുത്തും, പക്ഷേ ഇതിനു മുമ്പ് ഞാനിത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കണ്ടേ. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ?
അനുഗ്രഹവും അഭിഷേകവും തമ്മിൽ അനുഭവ തലത്തിൽ ഭയങ്കര വേരിയേഷൻസാണ്. അതിൻ്റെ അഭിഷേകം കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ഐഡിയ നേരത്തെ വരും. അങ്ങനെ ഉത്കണ്ഠ പോണത്, വെറുതെ ഉത്കണ്ഠ പോകത്തില്ല, വെറുതെ നിരാശ പോകത്തില്ല. അത് ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മാവ് നമുക്ക് നേരത്തെ ഒരു ഇൻറ്റിമേഷൻ തരും. അപ്പോൾ ഇൻറ്റിമേഷൻ മാതാവ് എടുത്ത് മാറ്റാനും പോകുന്നു എന്ന് അവർക്ക് ഇൻറ്റിമേഷൻ കിട്ടി. അപ്പോൾ അത് ആദ്യം ചെയ്ത നടപടി എന്താണ്? അമ്മ എടുത്ത് മാറ്റിയെന്ന് എനിക്ക് നാട്ടുകാരോട് പറയണ്ടേ? അതിനുവേണ്ടി മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും. മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അമ്മേനെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങും ആൾ ഇറങ്ങിയിട്ട് ട്രോളി ബാഗും പിടിച്ചിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ശുശ്രൂഷ അത് അങ്ങനെ ഷെഡ്യൂൾഡ് ശുശ്രൂഷ നടക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ചിലർ പറയണ്ടേ അച്ഛനെ കാണണം എന്നൊക്കെ പറയല്ലേ. അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നത് അഭിഷേക ലെവലിലുള്ള ആൾക്കാരല്ല, അനുഗ്രഹ ലെവലിലുള്ള ആൾക്കാരാണ്. അഭിഷേക ലെവലിലുള്ള ആൾക്കാർ അമ്മയെ കാണത്തുള്ളൂ. അവരതാണ്, അത് വ്യത്യാസമുണ്ട് ശരിക്കും. അപ്പോഴേ അവർ വന്നിച്ച് പറഞ്ഞ് അമ്മയെ കാല് കാണിച്ചിട്ട് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല, കാല് കാണിച്ചിട്ട് പോയി. ഒരു കൊല്ലത്തെ അനുഗ്രഹത്തിന് നന്ദിയും പറഞ്ഞ് കാല് കാണിച്ചിട്ട് പിന്നെ ട്രോളി ബാഗ് എടുത്ത് കാലൊക്കെ ആൾ വീട്ടിൽ പോയി. മകളോട് പറഞ്ഞ് അമ്മയെ ഞാൻ കാല് കാണിച്ചിട്ടുണ്ട്, ഇനി ചികിത്സ വേണ്ടോന്ന് അമ്മയാണ് നിശ്ചയിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാല് നോക്കിയപ്പോൾ ഈ സംഭവിക്കില്ല അവിടെ. അപ്പോൾ ഇതിനാണ് ഈ അഭിഷേകം. ഞാൻ അഭിഷേകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അഭിഷേകം എന്ന് മനസ്സിലായി ഇതൊരു ബന്ധമാണ്. ആദ്യം ഒരു പേഴ്സണൽ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള സാന്നിധ്യ സംവേദനങ്ങൾക്കാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. സാന്നിധ്യം മാത്രമല്ല, ഈ ആന്തരിക സാന്നിധ്യത്തിൽ നിന്ന് സംവേദിപ്പിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംവേദിക്കണമെങ്കിൽ പേഴ്സണൽ റിലേഷൻസ് വേണം. ആ റിലേഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻ ലെവൽ ഭയങ്കര വേറെ ഒരു ലെവലാണ്. കാര്യം അവളെ തീയൊന്ന് കരിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മ ഒന്നിനും തുടങ്ങി എല്ലാം റീസെറ്റ് ചെയ്തുകൊണ്ട് അമ്മ ആരാണെന്ന് അവൾക്ക് നല്ല ശരിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ മകൾ അവളോട് ഒമാനിൽ വെച്ച് പറയും അമ്മ ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് പറയും. ഇപ്പോൾ ഇവളുടെ പഠിത്തത്തിന് അത്രയ്ക്ക് മെച്ചമല്ല, ഇപ്പോഴേ ഇവളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ താനും. അപ്പം മകളുടെ പ്ലസ് വണ്ണിൻ്റെ എന്തോ ഹോൾ ടിക്കറ്റാണ്, 10ാം ക്ലാസ് ഹോൾ ടിക്കറ്റാണ്. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഇവളുടെ മകളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നീ അത് എന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ലെന്ന് പറയും. അതാണ് ആ ഡയലോഗിൻ്റെ വെട്ടിപ്പിടിച്ചുള്ള പോക്ക് കണ്ടില്ലേ. നീ അതെന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ല, നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്ന ഒരാളുണ്ട്, അയാളാണ് നിൻ്റെ അമ്മ, അവരെ കാണിക്കാൻ പറയും. ഇതാണ് റിലേഷൻസിൻ്റെ പോക്ക്. ഇതിനാണ് അഭിഷേക നിലവാരം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വ്യക്തിപരമായ അമ്മ ബന്ധത്തിന്റെ അഭിഷേക തലത്തിലേക്ക് ഞങ്ങളെ നീ സ്വകാര്യമായി ഉയർത്തണമേ. ദൈവത്തെ നീ സ്നേഹത്തോടെ അനുഭവിച്ച് കഴിയുമ്പോൾ നിന്റെ ചങ്കിങ്ങനെ പാടിക്കൊണ്ടേ. അപ്പം നമ്മൾ തന്നെ അറിയാതെ പാടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറും. മനസ്സിലായില്ലേ? ഇന്നലത്തെ ബൈബിൾ എന്ന് പറയണതേ ഒരിക്കലും എനിക്ക് ജീവിക്കാനും തോന്നില്ല, മരിക്കാനും തോന്നാത്തൊരവസ്ഥയാണ്. കാര്യം ജീവിക്കാൻ തോന്നാത്തതെന്ന് കഴിഞ്ഞാൽ ഇതിൽ ജീവിക്കണ ദൈവത്തിൻ്റെ അടുത്ത് പോകുകയാണായിരിക്കും എപ്പോഴും അഭിഷേകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം. പക്ഷെ മരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം, മധുരമായ വചനം ഇനിയും അറിയാത്തവരെ അറിയിക്കുന്നതായിരിക്കും ഒരു അഭിഷേകത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രയ്ക്ക് സൂപ്പറാണ്. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളോട്, ഈ അഭിഷേകം കിട്ടിയാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറുമെന്ന്. സത്യം പറഞ്ഞാൽ ബൈബിൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, കുരിശില്ല കൃപ മാത്രമാണ്. ഒരു കുരിശിന് നിനക്ക് കൃപയായിട്ട് എപ്പോഴാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പം നീ ക്രിസ്ത്യാനി ആയിരിക്കും. ശരിക്കട്ടെ, ഹല്ലേലൂയ. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? എന്താണ് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ ആത്മാവില്ലേ ഈ വചനം തന്നത്. ആത്മാവ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശാണ് ഇന്നത്തെ കൃപ. അത് ഞാൻ പറയണതാണ്. ഇന്നലത്തെ കുരിശാണ്. ഇന്നലെ എന്ത് സംഭവിച്ചോ അത് ഇന്നലെയും ഇന്നും ഒക്കെ നമുക്ക് ചിലപ്പോൾ ദുഃഖകരമായ കാര്യമാകാം. പക്ഷേ ഒരു സ്വർഗാനുഭവത്തിൻ്റെ നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറയണത്, അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കും. അപ്പോഴാണ് ഈ കണ്ണുനീർ ഒപ്പിയെടുക്കപ്പെടുന്നത്. കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് നമുക്കത് അനുഭവമാതിരി തീരുമ്പോഴാണ് നമ്മുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നത്. അപ്പം കൃപയുടെ അനുഭവവും സ്വർഗാനുഭവവും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ, വായിച്ചോളൂ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. ആര് പറയണതാണിത്? ജോസഫ് അല്ലേ? പഴയ നിയമത്തിലെ ജോസഫ് പറയണം. ആരോട് പറയണതാണ്? സഹോദരന്മാരോട് പറയണതാണ്. എന്താ സംഭവിച്ചത്? അങ്ങേരെ കുഞ്ഞുനാളിൽ അവർ വിറ്റ് കളഞ്ഞു അല്ലേ? കുഞ്ഞുനാളിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത്. ഇപ്പോൾ സങ്കടമായിട്ട് ആണ് ഇപ്പോൾ അവർക്ക് ചേട്ടന്മാർക്ക് തോന്നണത്. അപ്പോൾ ജോസഫിനെ കർത്താവ് കൊടുത്തൊരു അഭിഷേകം എന്താ പറയണത്? എന്നെ ഇവിടെ വിറ്റതിനെ ഓർത്ത്
പറഞ്ഞോളൂ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. അപ്പൊ ഇന്നലെ സംഭവിച്ച ഒരു സങ്കടത്തെ ഓർത്ത് നിങ്ങളെ വിഷാദിക്കരുത്. അത് ജോസഫിനോട് മാത്രം പറയണതല്ല, ഏകദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരോടും പറയണതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച ഒരു വിഷയത്തെ ഓർത്ത് ഇന്ന് വിഷാദിക്കരുതെന്ന്. എന്താ കാര്യം? ആ കുരിശുകൾക്കെല്ലാം കൺവേർഷൻ സംഭവിക്കാൻ കൃപയിലേക്ക് കുരിശിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉള്ളൂ. എന്താണത്? കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കുരിശ് കൃപയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശാപമായിട്ട് മാറും. വിശ്വാസത്തിൻ്റെ ഒരു വില അതാണ്. വിശ്വാസം ഈ കുരിശിലേക്ക്, ആ കുരിശ് തൂങ്ങി പാവത്തിന് പരിഹാരം ചെയ്ത് മരിച്ചവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോഴേ ആണ് ഈ കുരിശ് കൺവേർട്ട് ചെയ്ത് ശാപമാകാതെ അത് കൃപയായി മാറണത്. അതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്ലേശങ്ങൾക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണങ്ങൾ. ശ്രുതികടെ കുടല് പിരിഞ്ഞു പോണ പോലെയും ചില ഞരമ്പുകൾ ആന്തരിക അവയവങ്ങളിലെ നിർജ്ജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനരഹിതമായിട്ട് ചുരുണ്ട് കിടക്കുന്ന സന്ദേശമുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് ഈ നിമിഷം അവരെ സുഖപ്പെടുത്തും. ശ്രുതികടെ ഉന്നതമായ നാമത്തിന് സ്വന്തം കർത്താവേ, അമ്മേ പരിശുദ്ധമായ ദൈവമാതാവേ, ഇപ്പോഴും കർത്താവ് കുടലുകൾ ചുരുണ്ട് പോയിട്ടുള്ള വ്യക്തികൾ ഓൺലൈനായാലും കർത്താവിന്റെ അനുപ്രദാനം പറഞ്ഞു കിടത്താൻ സ്പർശിക്കണമേ. ഞരമ്പുകൾ കുരുങ്ങിപ്പോയവരെ, കെട്ടിവെച്ചവരെ, ഞങ്ങിപ്പോയവരെ, അമർന്നുപോയവരെ, ജാമായി പോയവരെ കർത്താവിന്റെ നാമത്തിൽ സ്വന്തം പ്രാപിക്കട്ടെ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. എന്താണ് കഴിഞ്ഞകാല ക്ലേശങ്ങളെ കുറിച്ചുള്ള ബൈബിളിന്റെ വേർഷൻ? എന്താണ് പ്രധാന വചനം? എന്താ പറയണത്? കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു? ചില വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട് ഇല്ലേ? ചിലപ്പോഴേ പരീക്ഷയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ആ ഗൈഡിൻ്റെയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെയോ പ്രത്യേക താല്പര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠനപരാജയം ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പരാജയം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇതിന് എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ഇകഴ്ത്തലുകളും സുവിശേഷ വിഹിതമായി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷ വിഹിതം എന്ന് പറയുമ്പോൾ എന്താ? സുവിശേഷ വിഹിതമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മോട് ചേർത്ത് വെച്ചല്ല. എന്നോട് അങ്ങനെ ചെയ്തെന്നല്ലേ പറയണത്. അനിയത്തിനെ പഠിപ്പിച്ചു, ചേർത്തിനെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ എന്നോട് ചേർത്ത് വെച്ചാണ് അവർ റെഫർ ചെയ്യണത് ഇല്ലേ? അപ്പൻ എല്ലാവരുടെയും വീട്ടിൽ പോയി, അവരുടെ അമ്മ അവരുടെ പ്രസവത്തിന് കാനഡയിൽ പോയി. ഞാൻ നാട്ടിൽ പ്രസവിച്ചു, എന്നെ കാണാൻ വന്നില്ല. അപ്പം അമ്മ വരാനല്ല, അവർ കിടപ്പായിരുന്നു ആ സമയത്തെ. അവർക്ക് അങ്ങനെ വരുന്ന സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു. ആരോഗ്യമുള്ള കാലത്താണ് ചേർത്ത് പ്രസവിച്ചത്. അനിയത്തിൻ്റെ പ്രസവ കാലമായപ്പോൾ അമ്മ ഭാഗത്തായി. പക്ഷേ അതൊക്കെ ഇവർക്ക് അറിയാം. എന്നാലും അത് വെച്ചോണ്ട് ഒരു വിലപേശലാണ്. അമ്മയല്ലേ, ദാറ്റ് മീൻസ് ഇത് എന്നോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം മറ്റുള്ളവരെ നിങ്ങൾ പഠിക്കുമ്പോഴും അവരങ്ങനെ ചെയ്തു എന്നോട് എന്ന് പറയുമ്പോഴും ബേസിക്കായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്? ആ സങ്കടങ്ങളെ നിങ്ങളോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷ വിഹിതമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് കുരിശ് കൃപയാക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ്. അപ്പോൾ നമ്മോട് ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ആരോട് ചേർക്കണം? ക്രിസ്തുവിനോട് ചേർക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ പോരായ്മ എന്ത് സംഭവിച്ചു? ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. അപ്പോഴേ ക്രിസ്തുവിനോടാണ് ചേർക്കണത്. എൻ്റെ ശരീരത്തിൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, ക്രിസ്തുവാണെന്ന് ജീവിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടേ ഇല്ലേ? ആ ക്രിസ്തുവിനോടാണ് ചേർത്ത് വെക്കണത്. മാനുഷികമായ പൗലോസിനോടല്ല ചേർത്ത് വെച്ചിരിക്കണത്. അതായത് എല്ലാം ക്രിസ്തുവിനോട് ചേർക്കപ്പെടേണ്ടതാണ്. നിൻ്റെ പരാജയം, നിൻ്റെ തോൽവി, മറ്റുള്ളവർ നിന്നോട് കാണിച്ച പാരവെപ്പും സൂചിവെപ്പും, നിന്നെ പാർശ്വവൽക്കരിച്ചതെല്ലാം, നിൻ്റെ എല്ലാ സ്ക്രാപ്പായിട്ടുള്ള എല്ലാ ഐറ്റംസും നീ ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് ക്രിസ്തുവെന്നാണ്. അവൻ മരണം കൊണ്ട് അവസാനിപ്പിക്കാത്ത കൊണ്ടാണ് അവനെ ക്രിസ്തുവെന്ന് വിളിക്കുന്നത്. അവൻ്റെ പേരെന്ന് പറയുന്നത് കർത്താവാണ്. ക്രിസ്തു കർത്താവാകണത് എപ്പോഴാണ്? അഭിഷിക്തൻ കർത്താവായി ഈശോമിശിഹായാകണത് എപ്പോഴാണ്? അവൻ മരണത്തിന് പരിഹാരം ചെയ്തിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് അവൻ കർത്താവായിട്ട് മാറുന്നത്. കൈയിട്ടിച്ച് കർത്താവിനോട് ദൈവമാണ് എന്നെ. അപ്പം നിങ്ങളല്ല, നിങ്ങൾ ഉപകരണമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. എല്ലാ തോൽവിയുടെയും പരാജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വിശ്വാസിക്ക് ദൈവത്തെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരു മനുഷ്യനെയാണ് കാണുന്നുണ്ടെങ്കിൽ നീ ഒരു വിശ്വാസിയെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാ പരാജയങ്ങളുടെ പിന്നിൽ ഇപ്പം നിനക്ക് കാനഡയിൽ പോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ? പറ്റിയില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. വസ്തു വിൽക്കാൻ അപ്പം സംഭവിച്ചില്ല, അതിന് ചേടത്തെ സംഭവിച്ചില്ല,
ഞങ്ങളുടെ ഓഹരി തന്നിട്ട് വിറ്റാൽ മതി, വിൽക്കുക തുറക്കുക എന്തുവേണം ചെയ്തോ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തരാനുള്ള തന്നേക്കാൻ പറയും. ബെൻഡിങ് ഇടുമ്പോൾ അപ്പൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മോന്തം കയറ്റി അപ്പൻ്റെ അടുത്ത് പറയും, ഇത് അവർ പറഞ്ഞ് കേട്ടില്ലേ, എനിക്കന്ന് സഹായിച്ചെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ഇരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, കൈയടിച്ച് കർത്താവ്. ഭൂതകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കുരിശിനെ വർത്തമാനകാലത്തെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തു എല്ലാ ഭൂതകാല കുരിശിനെയും പരാജയങ്ങളെയും വർത്തമാനകാലത്ത് വിജയമായി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യസ് 1:24 വായിച്ച് സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ. കൊളോസ്യൻസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പോഴേ ഇതുപോലെ സഭയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അത് പത്രോസ് അങ്ങനെ പറയത്തില്ല, പൗലോസ് അത് പറയും. കാര്യം പൗലോസിനോട് അത് പറഞ്ഞുകൊണ്ടാണ് അവനെ തള്ളി താഴെയിട്ടത്. എന്താണ്? നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? 9-ാം അധ്യായം ആക്സില്ലേ, അവിടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ എന്താ ചോദിച്ചത്? നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? നിന്നെ ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ. വിശ്വാസികളല്ലേ പീഡിപ്പിച്ചതെന്ന് പൗലോസിന് പറയാം, പക്ഷേ ഈശോയ്ക്ക് വിശ്വാസികളൊന്നും മനസ്സിലാക്കില്ല, സഭ മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവവേദന സഭ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ദൈവവേദന നിനക്ക് സഭയ്ക്ക് നൽകാനുള്ളത് എന്താണ്? പ്രാർത്ഥന മാത്രമല്ല, നിന്റെ ഇതുപോലുള്ള സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോഴേ സഭയ്ക്കായി കാഴ്ചവെക്കണം, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ ഭൂതകാലങ്ങൾ അനുഭവിച്ച സഹനങ്ങളെ ക്രിസ്തുവിനോടുകൂടി ചേർത്ത് വെക്കുമ്പോഴേ അതിന്റെ കൃപ സഭയിൽ നിറയാൻ സഭയ്ക്കായി കാഴ്ചവെക്കുന്നു. സഭയുടെ അഭിഷേകത്തിനായി കാഴ്ചവെക്കുന്നു. ശരീരത്തിൽ ചുളുങ്ങിയ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ചുളുങ്ങിയ സ്ഥലങ്ങൾ ചിലപ്പോൾ ബ്രെയിൻ ആകാം, ചിലപ്പോൾ ശ്വാസകോശമാകാൻ ചുരുങ്ങിയത്, ചിലപ്പോൾ കിഡ്നി ആകാം. ഡോക്ടർ നിന്നോട് എന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവവേദനയിലെ? ഇപ്പോൾ ഓർക്കുക, കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. ചുളുങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവരെ അവിടെ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി സ്തുതിക്കാം, ആർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ കർത്താവേ. ഇപ്പോഴേ ചുളുങ്ങിയ ഭാഗങ്ങൾ, കുടലിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ, കരളിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ, ശ്വാസകോശങ്ങളുടെ ചുളുങ്ങിയ ഭാഗങ്ങൾ, ഗർഭാശയത്തിൻ്റെ ഒതുങ്ങി ചുളുങ്ങിയ ഭാഗങ്ങൾ, കർത്താവേ, അണ്ടവാഹിനികളുടെ അണ്ടാശയങ്ങളുടെയും ചുളുങ്ങിയ ഭാഗങ്ങൾ, എവിടെയെല്ലാം ഞരമ്പുകൾ ചുളുങ്ങിയിട്ടുണ്ട്, എവിടെയെല്ലാം ഞരമ്പുകൾ തെഞ്ഞു പോയിട്ടുണ്ട്, എവിടെയെല്ലാം ഞരമ്പുകൾ ജാമായിട്ടുണ്ട്, എവിടെയെല്ലാം കോശങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ദൈവ മഹത്വത്തിനായി യേശു നാമത്തിൽ